നമുക്ക് ഒരു അനുഭവത്തിലേക്ക് പോകാം. വാഹന വായ്പ തവണ മുടങ്ങിയതാണ് കോഴിക്കോട്ടെ ഒരു യുവാവിന്റെ സിബിൽ സ്കോറിന് തിരിച്ചടിയായത്. വായ്പ പൂർണ്ണമായിട്ടും അടച്ചു തീർത്തു. പക്ഷേ സിബിൽ സ്കോർ പഴയ നിലയിലേക്ക് എത്തില്ല. വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ പഴയ സിബിൽ സ്കോർ തിരിച്ചടിയായി തുടരുകയാണ്. പൂർണ്ണമായിട്ടും വായ്പ തിരിച്ചടച്ചേ, പലിശ സഹിതം. പക്ഷെ അപ്പോഴും സിബിൽ സ്കോർ പഴയ രീതിയിൽ പുനഃസ്ഥാപിക്കപ്പെട്ടില്ല. വീടിനായി വായ്പ തരപ്പെടുത്താൻ ബാങ്കിലെത്തിയപ്പോഴാണ് സിബിൽ സ്കോർ വില്ലനാണെന്നും വായ്പ ലഭിക്കില്ലെന്നും അറിയുന്നത്. പിന്നെ ഇനി എന്താ ചെയ്യുക? കേൾക്കാം. ഞാൻ കുറച്ച് വർഷങ്ങൾ മുമ്പുള്ളൊരു ബൈക്ക് വാങ്ങിച്ചത്. അപ്പോൾ ആ ബൈക്കിൻ്റെ അടവ് അടക്കാൻ കുറച്ച് ബൈക്കിൻ്റെ അടവ് തെറ്റിയിരുന്നു. ബൈക്കിന് അടവ് തെറ്റി പിന്നെ ഞാനത് പൂർണ്ണമായി അടച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഒരു വീട് എടുക്കാൻ വേണ്ടിയിട്ട് ലോണിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. ആ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്താണ് ഇങ്ങനെ സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ടിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നറിഞ്ഞത്. അങ്ങനെയാണ് ഞാൻ വീണ്ടും ഈ സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ട ഓഫീസിലെ വിളിച്ചു. അപ്പോൾ അവരാണ് പറഞ്ഞത് മറ്റേ ബൈക്ക് എടുത്തതിൻ്റെ ലോണുമായി ബന്ധപ്പെട്ടിട്ടാണെന്നാണ്. അപ്പോൾ ആ ലോൺ ഞാൻ ഫുള്ള് അടച്ച് തീർത്തതാണ്. എന്നിട്ട് സിബിൽ സ്കോർ എന്താ വർദ്ധിക്കാത്തതെന്നാണ് അറിയാത്തത്. എ കെ അഭിലാഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. എ കെ അഭിലാഷ്, പണ്ടെങ്ങോ എടുത്ത വാഹന വായ്പ, ആ വാഹന വായ്പയുടെ പേരിൽ പിന്നീട് പലിശ കൂടി ഇടയ്ക്ക് അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു. അടവ് മുടങ്ങി, സിബിൽ സ്കോർ താഴെ പോന്നു. പക്ഷെ പിന്നീട് പലിശയും കൂട്ടുപലിശയും പിഴപ്പലിശയും എല്ലാം ചേർത്ത് ആ വായ്പ അടച്ചു തീർത്തതാണ്. ആ വായ്പ അടച്ചു തീർത്തിട്ടും താഴെ പോയ സിബിൽ സ്കോർ ഉയർന്നില്ല. ഒടുവിൽ വീടിന് ലോൺ കിട്ടുന്ന സാഹചര്യവും ഉണ്ടായില്ല. എ കെ അഭിലാഷ്, വല്ലാത്ത പ്രശ്നമാണല്ലേ ഇത്? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ, നമ്മൾ നാട്ടിൻപുറത്തൊക്കെ പറയാറുണ്ട്, സിബിൽ സ്കോർ ഇല്ലെങ്കിൽ നിനക്ക് കല്യാണം കഴിക്കാൻ കഴിയില്ല. അത് എത്രത്തോളം വസ്തുതാപരമാണ് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. കാരണം 10 വർഷങ്ങൾക്ക് മുമ്പ് അതായത് സാമ്പത്തിക ഭദ്രതയില്ലാതെ യുവാവാവുന്ന ആ ഘട്ടത്തിൽ ഒരു വാഹന വായ്പ എടുക്കുന്നു. അത് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ പലപ്പോഴും അടവ് തെറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നീട് പലിശയും പിഴപ്പലിശയും ഒക്കെ അടച്ചുകൊണ്ട് ആ ലോൺ തീർക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഇത് സിബിൽ സ്കോർ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ വരുമാനമുണ്ട്, അതോടൊപ്പം തന്നെ ബാങ്കിൽ ആ പണം വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും സിബിൽ സ്കോർ പഴയ നിലയിൽ തന്നെയാണ് എന്നുള്ളതാണ്. ഇതിനടുത്ത് അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ ഒരു താല്പര്യമുണ്ടാകുന്നു. അതോടുകൂടി തന്നെ അദ്ദേഹത്തിന് വീട് വേണം. അതിനായിട്ടാണ് ബാങ്കിനെ അദ്ദേഹം സമീപിക്കുന്നത്. അപ്പോഴാണ് താങ്കളുടെ സിബിൽ സ്കോർ താഴ്ന്ന നിലയിലാണ്, അതുകൊണ്ട് തന്നെ താങ്കൾക്ക് യാതൊരു തരത്തിലുമുള്ള ഒരു ലോണും ലഭിക്കില്ല എന്ന് അറിയുന്നത്. അതായത് അദ്ദേഹത്തിന് വീട് വെക്കാൻ കഴിയുന്നില്ല, അതോടൊപ്പം തന്നെ മറ്റു വാഹനങ്ങൾ വാങ്ങാൻ കഴിയുന്നില്ല, അതോടൊപ്പം തന്നെ വിവാഹ ജീവിതം എന്നുള്ള സ്വപ്നം പോലും അകന്നു പോകുന്ന ഒരു സ്ഥിതിയിലാണ് അദ്ദേഹം ഉള്ളത്. ഏതായാലും ഇത് വലിയ തരത്തിലൊരു വില്ലനായി മാറുന്നു എന്നുള്ള വസ്തുതയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ബാങ്കിൽ നമ്മൾ സ്വർണം പണയം വെക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ അത് ഒരു വർഷം കഴിയുമ്പോൾ പുതുക്കി വെക്കാനോ അല്ലെങ്കിൽ തിരിച്ചെടുക്കാനോ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും അപ്പോഴും ഈ സിബിൽ സ്കോറിന് വില്ലനായി മാറുന്നു എന്നുള്ളതാണ്. കാരണം ആ പണം അടയ്ക്കാനുള്ളതിനേക്കാൾ ഉരുപ്പടി ആ ബാങ്കിൽ ഉള്ളപ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ സിബിൽ സ്കോറിനെ ബാധിക്കുന്ന തരത്തിലേക്ക് പോകുന്നത്. ഏതായാലും ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് എടുക്കുന്ന ഇത്തരത്തിലുള്ള വായ്പകൾ പോലും തിരിച്ചടിയാവുന്നു എന്നുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ്. തീർച്ചയായിട്ടും വലിയ വെല്ലുവിളിയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ നിരവധി ആളുകളാണ് മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും സിബിൽ നിങ്ങൾക്ക് കുറവാണ് എന്ന് കേൾക്കാത്ത മനുഷ്യർ, ഏതെങ്കിലും തരത്തിൽ പണം കടമെടുക്കാൻ ചെന്നാൽ അത് കേൾക്കാത്ത മനുഷ്യരായിട്ടുണ്ട്. സാധാരണക്കാരായ മനുഷ്യർ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, സാധാരണക്കാരായ ആളുകൾ, മധ്യവർഗത്തിൽപ്പെട്ട മനുഷ്യർ, അവരുടെയൊക്കെ ജീവിതത്തിന്റെ പ്രാരാബ്ധം കാരണം ഒരു തവണയൊന്ന് അടവ് മുടങ്ങിപ്പോയാൽ പിന്നീട് പലിശയും പിഴപ്പലിശയും കൂട്ടുപലിശയും അടക്കം തിരിച്ചടച്ചാലും താഴ്ന്നുപോയ സിബിൽ സ്കോർ ഉയർന്നു വരില്ല. പിന്നീട് അവർക്ക് ഹൗസിംഗ് ലോൺ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ, മകളുടെ കല്യാണത്തിന് ലോൺ എടുക്കാൻ പോയാൽ, മകളുടെ വിദ്യാഭ്യാസത്തിന് ലോൺ എടുക്കാൻ പോയാൽ ഒന്നും പിന്നീട് ഈ കുറഞ്ഞ സിബിൽ സ്കോർ കാരണം അവർക്കത് കിട്ടില്ല.